പ്രിയപ്പെട്ടവരെ, ഏവർക്കും വിഷു ആശംസകൾ. ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒരു കാലയളവാണ് വിഷു എന്ന് പറയുന്നത്. ഓണം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും അധികം ആഘോഷിക്കുന്നത് വിഷുവിനെ തന്നെയായിരിക്കും. വിഷു പുണ്യങ്ങളുടെ കാലമാണ്. വിഷുക്കണി കാണുന്നത് ആ ഒരു വർഷക്കാലത്തെ ഐശ്വര്യം നമുക്ക് പൂർണ്ണമായി ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ്. ഇത്തവണ ഏപ്രിൽ മാസം 14-ാം തീയതി വിഷു വരുന്നുണ്ട്. കണി 15-ാം തീയതിയാണ് വരുന്നത്. 2 ദിവസമായിട്ടാണ്. പകലും രാവും തുല്യതയിൽ വരുന്ന കാലഘട്ടമാണ് വിഷു എന്ന് പറയുന്നത്. ഈ വിഷു വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിഷുവിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം എന്നാണ് വിധികൾ പറയുന്നത്. നമ്മുടെ ആചാര്യ മര്യാദ അനുസരിച്ച് വിളവെടുപ്പ് ഉത്സവമായ വിഷുവിന് ഐശ്വര്യത്തിൻ്റെ വരവ് നമ്മുടെ ഗൃഹങ്ങളിലേക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ വീടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ നിർവഹിച്ചിട്ട് വിഷുക്കണി ഒരുക്കി കണി കാണുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വർഷം സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും നമുക്ക് മേൽമേൽ വരുന്നതാണ്. അപ്പോൾ നമ്മളിൽ ബഹുഭൂരിപക്ഷം പേർക്കും അറിയാവുന്നതും എന്നാൽ കുറേയധികം പേർക്ക് ഇനിയും അറിയാത്തതായിട്ടുള്ള ആ 9 കാര്യങ്ങളെയാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത്. അപ്പം ഞാനിനി പറയാൻ പോകുന്നതിൽ ഈ 9 കാര്യങ്ങളും അറിയാമായിരുന്നു എന്നുള്ളവർ തീർച്ചയായിട്ടും ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ എനിക്ക് 9 കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് പറയുക. അതല്ല ചില കാര്യങ്ങൾ അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ നാട്ടാചാരം, ഈ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നേടിയെടുക്കാൻ ഈ വിഷുവിന് മുമ്പ് എന്തൊക്കെ ചെയ്യണമെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. നമസ്കാരം. ഞാൻ RJ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ന് രാവിലെ നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിക്കുക. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഇങ്ങനെ കൊടുത്താൽ മതിയാവും. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലായിരിക്കുമല്ലോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ലഭ്യമാവുക. എങ്കിൽ മാത്രമല്ലേ നിങ്ങളുടെ പേര് വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ വിഷുവിന് തൊട്ട് മുമ്പ് നമ്മുടെ വീടും പരിസരവും നമ്മളിലും ഉണ്ടാക്കിയിരിക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആദ്യത്തെ കാര്യം വീട് ശുചിയാക്കുക എന്നുള്ളതാണ്. വീട് ശുചിയാക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിൽ മറാലകളെല്ലാം അടിച്ച് ക്ലീനാക്കി സൂക്ഷിക്കും എന്നുള്ളതാണ്. പക്ഷെ അത് മാത്രം പോരാ. ഒരു വിഷുവിന് നമ്മൾ വീട് ക്ലീനാക്കുക എന്ന് പറയുമ്പോൾ അവിടെ ശുദ്ധികളിൽ പ്രധാനപ്പെട്ട പുണ്യാഹ ശുദ്ധി വരുത്തണം എന്നുള്ളതാണ്. പുണ്യാഹം നിർമ്മിച്ച് 7 ദിവസം മുമ്പേ വീട്ടിൽ തളിക്കുകയാണ് പ്രധാനം. അപ്പോൾ വിഷു 14-ാം തീയതി ആകുമ്പോൾ 7-ാം തീയതിക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ 7-ാം തീയതി നമ്മൾ പുണ്യാഹം മേടിച്ച് തളിക്കുന്നത് ഏറെ ഉത്തമമാണ്. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹം കൊണ്ടുവന്ന് തളിക്കുക. ഇത് കുറഞ്ഞ പക്ഷം വിഷുവിൻ്റെ തലേ ദിവസമെങ്കിലും ചെയ്തിരിക്കണം. നമ്മളിത് വീഡിയോ ചിലപ്പോൾ കാണുമ്പോൾ വൈകിപ്പോയെങ്കിൽ, അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസമെങ്കിലും നമ്മളിത് ചെയ്യുന്നതാണ് ഏറെ ഉത്തമം. ഇനി ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോയി പുണ്യാഹം മേടിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ടാവും. കടൽ ജലം ഉണ്ടെങ്കിൽ കടൽ ജലം കൊണ്ട് തളിച്ച് ശുദ്ധീകരിത്താം. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒരല്പം ഭസ്മം ഇട്ട്, ഒരു നുള്ള ഭസ്മം മതി, അതിട്ട് ഇളക്കി അത് തളിക്കുക. വീട്ടിനകവും പുറവും എല്ലാം ഒന്ന് തളിക്കുക കേട്ടോ. അങ്ങനെ പുണ്യാഹ ശുദ്ധി വരുത്തണം. രണ്ടാമത്തെ കാര്യം, വിഷുവിന് തൊട്ട് മുമ്പ് തന്നെ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോയി നമ്മൾ തൊഴണം. ഒപ്പം തന്നെ അവിടെ തുളസിമാലയോ നെയ്വിളക്കൊക്കെ നമുക്ക് ഇഷ്ടപ്പെടി സമർപ്പണം ചെയ്യാം. ഭഗവാനെ പോയി കണി കണ്ട് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കണം. ഭഗവാനെ, ഈ വിഷു കാലത്ത് എൻ്റെ വീട്ടിൽ അങ്ങ് ഉണ്ടാവണം, എന്നെന്നും എൻ്റെ വീട്ടിൽ നിലനിൽക്കണം
എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ കൊടുക്കണം. ഭഗവാനെ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചടങ്ങായിട്ട് പണ്ടുള്ള കാലത്ത് നമ്മുടെ മുതിർന്ന ആൾക്കാർ പണ്ട് ചെയ്തിരുന്നു. ക്ഷേത്രത്തിൽ മഞ്ഞക്കോടി കൊണ്ട് സമർപ്പിച്ചിട്ട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു ഭഗവാന്റെ എഴുന്നള്ളത്തിന് വേണ്ടിയിട്ട്. ഭഗവാനെ ക്ഷണിച്ചു വരുത്തും. മാത്രമല്ല വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് ലക്ഷ്മി ഭഗവതിയും വിഷ്ണുവിനും കൂടെ സമേതമായിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് വരാനും പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. താമരപ്പൂവും മുല്ലമാലയും സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും പറ്റിയില്ലെങ്കിലും നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് ഒരു ഇഷ്ട വഴിപാട് എന്തെങ്കിലും നടത്തിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മുടെ വീട്ടിൽ എന്നെന്നും ഉണ്ടാകണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ള പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യം പഴയ വസ്തുക്കൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പഴയ വസ്തുക്കളല്ല പ്രധാനമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പൂജാമുറിയിൽ ഉപയോഗശൂന്യമായിട്ടിരിക്കുന്ന ചില പ്രസാദങ്ങൾ ഉണ്ടാവും, കുറേ കാലമായിട്ട് പഴകിയത്. ചിലപ്പോൾ സാമ്പ്രാണിത്തിരി, അല്ലാതെ തന്നെ പൊടി പിടിച്ച വിളക്ക് തിരികൾ, അങ്ങനെ പല കാര്യങ്ങളും പൂജാമുറിയിൽ പൂജാ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റണം. മാത്രമല്ല ചില്ല് പൊട്ടിയ ഏതെങ്കിലും ചിത്രങ്ങളുള്ള അല്ലെങ്കിൽ കേടുവന്ന ചില ദൈവിക ചിത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം. അവിടെ എപ്പോഴും ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള കാര്യങ്ങളെ ഉണ്ടാവാവൂ. അതെല്ലാം നീക്കം ചെയ്യുക. അത് വേണ്ടാത്തതൊക്കെ ആണെങ്കിൽ നിമജ്ജനം ചെയ്യുക, ജലത്തിൽ ഒഴുക്കി വിടുക. അംഗഭംഗം വന്ന പ്രതിമകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെ പരമാവധി സേവ് ചെയ്ത് നിർത്താൻ ശ്രമിക്കുക. അതിനെ ഒട്ടിച്ചോ മറ്റൊക്കെ ചെയ്യുക. തീരെ മോശപ്പെട്ടതാണെങ്കിൽ അതിനെ നിമജ്ജനം ചെയ്ത് കളയുക. നാലാമത്തെ കാര്യം വൃക്ഷങ്ങൾക്ക്, ചെടികൾക്ക് ചാണകജലം പകരുക എന്നുള്ളതാണ്. നമ്മുടെ വിഷുവിന് തൊട്ട് മുമ്പ് പണ്ടുള്ള എല്ലാ ഗൃഹങ്ങളിലും ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അവർ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ചാണകജലം ഒഴിക്കും. പ്രധാനമായിട്ടും കുരുമുളകിനും വെറ്റിലക്കൊടിക്കും ചാണക വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. അത് ചെയ്തിരുന്നത് അതിന് തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ച ദിവസമായിരുന്നു ചെയ്തിരുന്നത്. അത് ചടങ്ങായിട്ടാണ്, അല്ലാതെ അവർ ചാണകവെള്ളമൊക്കെ ഒഴിക്കാറുണ്ട്. പക്ഷേ വ്യാഴാഴ്ച ദിവസം പുലർച്ചെ ചാണകവെള്ളം ഏതെങ്കിലും ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിക്കുക എന്നുള്ളതാണ്. വെറ്റിലക്കൊടിയുള്ളവർക്ക് അത് ചെയ്യാം, കുരുമുളകുള്ളവർക്ക് അത് ചെയ്യാം. അതൊന്നും ഇല്ലെങ്കിൽ തുളസി ചെടി മുതൽ എല്ലാം ഉണ്ടല്ലോ, നമുക്ക് ഏതെങ്കിലും ചെടികളുടെ ചുവട്ടിൽ ഇങ്ങനെ ഒഴിക്കാം. പിന്നെ ചാണകജലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വെറും പച്ചവെള്ളം, ശുദ്ധജലം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചാലും മതി. രാവിലെ സമയത്ത് ഒഴിക്കുന്നതാണ് ഏറെ ഗുണകരം. അഞ്ചാമത്തെ കാര്യം വീടിൻ്റെ മുന്നിൽ തുളസി തൈ നടുക എന്നുള്ളതാണ്. നമ്മുടെ വീടിന് മുന്നിൽ തുളസി തൈയൊക്കെ ധാരാളം ഉണ്ടാവും. പക്ഷേ നമ്മളൊരു അഡീഷണലായിട്ട് വിഷുക്കാലത്ത് ഒരു തുളസി തൈ നടുന്ന ശീലമുണ്ട്. ഇതും ഒരു വ്യാഴാഴ്ച ദിവസമാണ് ചെയ്യാറുള്ളത്. അതായത് വിഷുവിന് തൊട്ട് മുമ്പ് വരുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണ് തുളസി ചെടി, കൃഷ്ണ തുളസി നട്ടുപിടിപ്പിക്കുക. തുളസിത്തറ ഉള്ളവർക്ക് ആ തുളസിത്തറയിൽ നട്ടുപിടിപ്പിക്കാം, അല്ലെങ്കിൽ കവറിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം, ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിക്കാം, വെറും മണ്ണിൽ നട്ടുപിടിപ്പിക്കാം. അങ്ങനെ എന്തായാലും ശരി, വീടിൻ്റെ ഫ്രണ്ടിൽ ഇത് ചെയ്യുന്നത് ഗുണകരമാണ്. ആറാമത്തത് കീറിയതോ തീ പിടിച്ചതോ ആയിട്ടുള്ള വസ്ത്രം ഉണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ചില വസ്ത്രങ്ങൾ കീറി ഇനി ഉപയോഗശൂന്യമായിട്ട് ഉണ്ടാവും, പക്ഷെ അത് കളയാതെ വെച്ചേക്കും വീട്ടിൽ. എന്തിനാണെന്ന് വെച്ചാൽ അറിയില്ല, അതങ്ങനെ വെച്ചേക്കും. പക്ഷേ വിഷുവിന് മുമ്പ് കീറിയതോ ഏതെങ്കിലും തരത്തിൽ തീ പിടിച്ച് ഒരല്പം കരിഞ്ഞു പോയതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് മാറ്റണം. നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. ഇനി വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കുക എന്നേ പറയുന്നുള്ളൂ. അതല്ലേ നമ്മൾ ഇനി അത് ഉപയോഗിക്കാൻ കൊള്ളില്ല എങ്കിൽ അത് മാറ്റണം എന്നാണ് പറയുന്നത്. ഏഴാമത്തെ കാര്യം, നിങ്ങളുടെ വീട്ടിൽ കൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെയോ അങ്ങനെ ഒരു ചിത്രമോ ഒന്നും ഇല്ലെങ്കിൽ ഒരു ചിത്രമോ പ്രതിമയോ നമ്മൾ വിഷുവിന് മുമ്പ് മേടിച്ച് വയ്ക്കേണ്ടതാണ്. കാര്യം അത് നമുക്ക് കണി കാണാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്നതാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ ചിത്രം ഒരാൾക്കില്ല, അവർ വിഷമാവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കാം. അതും പുണ്യമാണ്. ഒരാൾക്കത് മേടിച്ച് സമ്മാനമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. എട്ടാമത്തെ കാര്യം, വിഷുവിന് മുമ്പ് ഒരു കടമെങ്കിലും വീട്ടുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള കടങ്ങൾ മനുഷ്യജീവിതത്തിലുണ്ടാവും. ധനം കൊണ്ടുള്ള കടം മാത്രമല്ല, പിതൃകടം, മാതൃകടം, അങ്ങനെ ബന്ധങ്ങളിലുള്ള കടങ്ങളുണ്ട്. ചിലപ്പം ചിലരെ പരിചരിക്കാതിരിക്കുന്നത് പോലും കടമായിരിക്കും. ചിലപ്പോൾ അച്ഛനോട് പിണങ്ങിയിരിക്കും, അമ്മയോട് പിണങ്ങിയിരിക്കും. അതൊക്കെ ആ കടം അങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ കാരണമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കടം വീട്ടുക. ധനം കൊണ്ടുള്ള ഒരു ക്ലേശം നിങ്ങൾക്ക് കടം വർദ്ധിച്ചു വയ്ക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ കടമെങ്കിലും, ചിലപ്പോൾ ഒരു 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ ഒരു ചെറിയ കടമുണ്ടെങ്കിൽ ആ ചെറിയ കടമെങ്കിലും വിഷുവിന് മുമ്പ് വീട്ടുക. നിങ്ങൾ വിഷുവിന് മുമ്പ് ഒരു ചെറിയ കടം വീട്ടിയാൽ ആ വിഷുക്കാലം കഴിയുമ്പോൾ വലിയ വലിയ കടങ്ങൾ വീട്ടാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് പതിയെ പതിയെ വന്നു തുടങ്ങാം. അതുകൊണ്ട് വിഷുവിന് മുമ്പ് ഒരു ചെറിയ കടമെങ്കിലും വീട്ടുന്നത് നന്നായിരിക്കും. 9ാമത്തെ കാര്യം, പഴയ ചെരുപ്പുകൾ
മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള ചെരുപ്പുകളൊക്കെ വീട്ടിൽ കാണും. അത് പിന്നീട് ഈ ആക്രി ഒക്കെ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ പെറുക്കാൻ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ചിലർ ഇതിനൊന്നും മെനക്കെടില്ല, അവിടെ എവിടെയെങ്കിലുമൊക്കെ ചെതറിച്ചിട്ടയ്ക്കും. ദയവേത് ഈ വിഷുവിന് മുമ്പ് പാദരക്ഷകൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗശൂന്യമായിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക. കാര്യം എപ്പോഴും പാദസ്മരണം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ സ്മരണമാണ്. അതെങ്ങനെ പാദരക്ഷകളെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ വീട്ടിൻ്റെ പരിസരങ്ങളിൽ ചിതറിച്ചിട്ടയക്കരുത്. അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ മാറ്റാൻ പറ്റുന്നത്, അത് നമുക്കിത് ഇത്തരം പാദരക്ഷകളൊക്കെ എടുക്കുന്ന, പഴയതൊക്കെ എടുക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇന്ന് പരിസരങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. അവർക്ക് കൊടുക്കുക. നമുക്കിനി തുകയെന്ന് അവരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും അത് വീട്ടിൽ നിന്ന് മാറ്റും ശുഭകരമാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഇതിനെ എടുത്ത് മതിലിൻ്റെ അപ്പുറത്തൂടെ മറ്റൊരു വിളയിൽ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ പൊതുവഴി കൊണ്ടുവന്ന് ഇടുക, അതൊന്നും ചെയ്തേക്കരുത്. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നതാണ്. നമ്മളത് ക്ലീൻ ആക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരാൾക്ക് ശല്യമാക്കരുത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ വിഷുവിന് മുമ്പ് നമ്മൾ പ്രധാനപ്പെട്ടായിട്ട് ചെയ്യേണ്ടുന്ന 9 കാര്യങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈശ്വരീയ ഗുണത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെയാണ് ഞാനിവിടെ പ്രതിപാദിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.